കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മലബാറിലെ ചുവപ്പ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ ഉറച്ച UDF ഇറങ്ങുന്നു. വെറും 10 മണ്ഡലങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഇക്കുറി UDFന് പോരാട്ടം. ഇടതുകോട്ടയായ ബേപ്പൂരിലും അട്ടിമറി വിജയം ലക്ഷ്യമിട്ട് കോഴിക്കോട് MP ഷാഫി പറമ്പിലാണ് നേരിട്ട് രംഗത്തിറങ്ങുക. പേരാമ്പ്രയിലെ രാഷ്ട്രീയ മാറ്റങ്ങളും ബേപ്പൂരിലെ പുതിയ തന്ത്രങ്ങളും കോഴിക്കോടിന്റെ രാഷ്ട്രീയ ചിത്രത്തെ എങ്ങനെ മാറ്റിവരയ്ക്കും? നമുക്ക് വിശദമായിട്ടതൊന്ന് പരിശോധിക്കാം. കോഴിക്കോട് ജില്ലയിൽ UDFന് അനുകൂലമായ കാറ്റ് വീശുന്നു എന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണി നേതൃത്വമുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ മിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും UDF വ്യക്തമായ ലീഡ് നേടിയിരുന്നു. ഇത് വോട്ടാക്കി മാറ്റുവാനാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പുതിയ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ബേപ്പൂർ മണ്ഡലത്തിൽ ഇക്കുറി കടുത്ത പോരാട്ടത്തിനാണ് UDF തയ്യാറെടുക്കുന്നത്. PA മുഹമ്മദ് റിയാസ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ വികസന മുരടിപ്പും ഭരണവിരുദ്ധ വികാരവും വോട്ടാക്കി മാറ്റുവാൻ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചു കഴിഞ്ഞു. വടകരയിൽ ഷാഫി പറമ്പിലുണ്ടാക്കിയ തരംഗം കോഴിക്കോട് ജില്ലയിലാകെ പടർത്തുവാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പേരാമ്പ്രയിലെ സംഭവ വികാസങ്ങളാണ് CPIMനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. കാലങ്ങളായിട്ട് LDFനെ പിന്തുണയ്ക്കുന്ന പേരാമ്പ്രയിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. CPIMനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും വികസന കാര്യങ്ങളിലെ അസംതൃപ്തിയും UDFന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. പേരാമ്പ്രയിൽ ഇക്കുറി ഒരു അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന് UDF ജില്ലാ നേതൃത്വം കണക്കുകൂട്ടുന്നു. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് UDF ജില്ലാ നേതൃത്വം പുതിയ കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ആകെ ലഭിച്ച മുൻതൂക്കം നിയമസഭയിലും ആവർത്തിക്കുവാൻ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ ഇക്കുറി അതീവ ശ്രദ്ധ നൽകുവാനാണ് പാർട്ടി തീരുമാനം. വികസന മുരടിപ്പും ഭരണവിരുദ്ധ വികാരവും ചർച്ചയാക്കി ബേപ്പൂരിൽ അട്ടിമറി വിജയം നേടാമെന്ന് UDF കണക്കുകൂട്ടുന്നു. കൂടാതെ TP രാമകൃഷ്ണന്റെ പേരാമ്പ്രയും ഉൾപ്പെടെയുള്ള ഇടതുകോട്ടകൾ പിടിച്ചെടുക്കുവാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല, ഓരോ മണ്ഡലത്തിലും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഏകോപിപ്പിക്കാനാണ് ഷാഫി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ള മണ്ഡലങ്ങളിലും മലയോര മേഖലകളിലും ഷാഫി നേരിട്ടെത്തി ജനങ്ങളുമായി സംവദിക്കും. മുസ്ലിം ലീഗിന്റെ കരുത്തും കോൺഗ്രസിന്റെ യുവനിരയും ഒന്നിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ ഇടത് മേധാവിത്വത്തിന് അന്ത്യമിടാം എന്നാണ് UDFന് കണക്കുകൂട്ടൽ. ചുരുക്കത്തിൽ കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയ പോരാട്ടം ഇക്കുറി തീ പാറും എന്ന് ഉറപ്പാണ്. ബേപ്പൂരും പേരാമ്പ്രയും ഉൾപ്പെടെയുള്ള ഇടതുകോട്ടകൾ കാക്കാൻ LDFന് കഴിയുമോ, അതോ ഷാഫി തരംഗത്തിൽ കോഴിക്കോട് UDF പിടിച്ചെടുക്കുമോ? 2026 തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ല പിടിച്ചെടുക്കാൻ UDFന് വമ്പൻ നീക്കം നടക്കുമോ എന്നെല്ലാം ഇനി കണ്ടു തന്നെ അറിയണം. ബേപ്പൂരും പേരാമ്പ്രയും ഉൾപ്പെടെയുള്ള ഇടതുകോട്ടകളിൽ അട്ടിമറി ലക്ഷ്യമിട്ട് ഷാഫി പറമ്പിൽ MP നേരിട്ട് കളത്തിലിറങ്ങുന്നതോടെ കളി മുറുകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. MP മാർക്ക് മുന്നിൽ അതിനു പുറമെ AICC വെച്ച നിബന്ധനകളും ഷാഫിക്ക് മുന്നിലുണ്ട്. MP സ്ഥാനം വിട്ട് MLA കുപ്പായമിട്ട് മന്ത്രിയാകണം എന്നാണെങ്കിൽ വടകര വിട്ടുകളയാൻ കഴിയില്ല എന്നും മണ്ഡലത്തിൽ മറ്റൊരാളെ നിർത്തി ജയിപ്പിച്ചു കാണിക്കണമെന്നുമുള്ള കരാറിൽ AICC ഒപ്പുവെച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടെ കോഴിക്കോട് ഷാഫിയുടെ സാന്നിധ്യം ഏത് തരത്തിലായിരിക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാണണം. വികസന മുരടിപ്പും ഭരണവിരുദ്ധ വികാരവും ചർച്ചയാക്കി UDF ഒരുക്കുന്ന മാസ്റ്റർ പ്ലാൻ ഇനി നമുക്ക് കണ്ടു തന്നെ അറിയണം.